ഇനി നമ്മൾ അതിഥി വിശേഷത്തിലേക്കാണ് പോകുന്നത്. സാമൂഹ്യ സേവനം പാഷനാക്കി മാറ്റിയ ഒരു സംരംഭക തന്റെ ബിസിനസ്സിലൂടെ കിട്ടുന്ന എല്ലാ ലാഭവും സന്നദ്ധ സേവനങ്ങൾക്കും മാത്രമായി മാറ്റിവെക്കുന്ന, പലപ്പോഴും കടം വാങ്ങിപ്പോലും താൻ പരിപാലിക്കുന്ന കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കുമായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ചില്ല എന്ന ഫൗണ്ടേഷന്റെ സ്ഥാപക ശ്രീമതി റാണി നൌഷാദാണ് ഇന്ന് ന്യൂസ് ട്രേയിൽ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. ചില്ലയുടെ വിശേഷങ്ങൾ മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഒരു സ്ത്രീ ഇറങ്ങേണ്ടി വന്നപ്പോൾ നേരിട്ട നീറുന്ന അനുഭവങ്ങളും സൈബർ അറ്റാക്കിനെ കുറിച്ചും ഒക്കെ റാണിക്ക് നമ്മളോട് പറയാനുണ്ട്. ഒരുപാട് സ്വാഗതം റാണി ന്യൂസ് 3യിലേക്ക്. സന്തോഷം റാണി, ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞു ചില്ല എന്നുള്ളതാണ് നമ്മുടെ ഫൗണ്ടേഷന്റെ പേര്. പക്ഷേ ചില്ല എന്ന് മാത്രം അതിനെ വിളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ? റാണി നൌഷാദ് ആരംഭിച്ചിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ അതൊരു വൻ മരമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക്, ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾക്കൊക്കെ തണലൊരുക്കുന്ന ഒരു വൻ വൃക്ഷം. എനിക്കറിയാം, അതായത് ഒരുപാട് കാലമായി റാണി ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്തുണ്ട്. പക്ഷേ ഈ ചില്ല എന്ന ഫൗണ്ടേഷനിലേക്ക് എത്തിയിട്ട് എത്ര കാലമായി? 5 വർഷത്തോളമാകുന്നു. ജില്ലാ ഫൗണ്ടേഷനിൽ എത്തിപ്പെട്ടിട്ട് 5 വർഷമാകുന്നു. അതിനു മുന്നും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ജില്ല എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ തുടങ്ങി, ആ ഒരു പേര് രജിസ്റ്റർ ചെയ്ത് ഒരു അംബ്രല്ലയുടെ കീഴിലാക്കി പ്രവർത്തനം ആരംഭിച്ചിട്ട് 5 വർഷമാകുന്നു. അതെ, ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുകയാണ്. കൊല്ലം ആസ്ഥാനമായാണ് ചില്ല പ്രവർത്തിക്കുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നുണ്ട്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ഹയർ സ്റ്റഡീസ് വരെ നോക്കുന്ന ഒരു സ്ഥാപനമാണ്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളെ പരിപാലിക്കുന്നുണ്ട്. ഒരുപാട് സമൂഹ വിവാഹങ്ങളടക്കം നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ചില്ലയുടെ ഒരു പ്രവർത്തന രീതിയെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്ക്. സമൂഹത്തിലെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ചില്ല നിലകൊള്ളുന്നത്. ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ, ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചിറങ്ങിത്തിരിക്കുന്ന പലരും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് അത് വേണ്ടാന്ന് വെച്ച ചരിത്രമുണ്ട്. അതുപോലെ കുട്ടികൾ, അച്ഛന്റെ ഉപദ്രവം കാരണം പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണത്താൽ പഠനം വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയവര്, അതുപോലെ തന്നെ അച്ഛൻ ഉപേക്ഷിച്ചു പോയിട്ട് പഠിക്കാൻ നിവൃത്തിയില്ല, വീടില്ല, അതുപോലെ അമ്മയ്ക്ക് അതിന്റെ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങളില്ല, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾ, ഈ ACH ഹോം പോലുള്ള ACH, അതായത് സർക്കാരിന്റെ ഇവിടെ അഞ്ചാലുമൂടിലൊക്കെ ACH ഉണ്ട്, ആ ഹോമുകളിൽ താമസിക്കുന്ന കുട്ടികൾ. അപ്പോൾ സർക്കാർ 18 വയസ്സ് വരെയാണ് അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷം ആ കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ മിടുക്കികളായ കുട്ടികളാണ് പലരും. അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ സഹായിക്കാറുണ്ട്. അത്തരത്തിൽ സ്പോൺസർ ചെയ്ത കുട്ടികളുണ്ട്. അവരുടെ എല്ലാ വിദ്യാഭ്യാസം നമ്മളാണ് ചെയ്യുന്നത്, സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കുട്ടികളെ BSc നഴ്സിംഗിനും TTCക്കും BDSനും ഒക്കെ കുട്ടികൾ നമ്മുടെ കീഴിൽ പഠിക്കുന്നുണ്ട്. അവരുടെ ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഗാർഹിക പീഡനം ഒക്കെ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അഡ്വോക്കസി ഒക്കെ ആവശ്യമായി വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും, ഒപ്പം തന്നെ അവർക്ക് ഫിനാൻഷ്യലി വേണ്ടുന്ന സഹായങ്ങളും മെന്റലി വേണ്ടുന്ന സഹായങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ് ചില്ലയ്ക്കുള്ളത്. ഇതുവരെ മറ്റുള്ളവരുടെയൊന്നും സഹായം സ്വീകരിക്കാതെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതെ, അതാണ് റാണി പറയാനുള്ളത്. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. അതായത് ഇതുപോലൊരു സന്നദ്ധ പ്രവർത്തനം ചെയ്യുമ്പോൾ, ഒരുപാട് പേർക്ക് സഹായം എത്തിക്കുമ്പോൾ അതിന് വേണ്ട ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ ഒരു തുകയായിരിക്കും. അത് എല്ലാ മാസവും എല്ലാ ദിവസവും കണ്ടെത്തേണ്ടതുമാണ്. പക്ഷെ അതൊക്കെ റാണി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. നേരത്തെ പ്രേക്ഷകരോട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംരംഭക കൂടിയാണ് റാണി. അപ്പോൾ റാണി ബിസിനസ് ചെയ്ത് കിട്ടുന്ന ലാഭം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആവശ്യക്കാർക്കെല്ലാം പണം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് ഒറ്റയ്ക്കാണ്. മറ്റാരുടെയും കയ്യിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും വാങ്ങാതെയാണ് ചെയ്യുന്നത്. പക്ഷെ പല ഘട്ടങ്ങളിലും നിവർത്തികേടുകൊണ്ട് പണം കടം വാങ്ങേണ്ട അവസ്ഥ പോലും വന്നിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ശരി. നമുക്കിപ്പോ എല്ലാ മാസവും ബിസിനസ് ഒരുപോലെ ഇരിക്കണം എന്നില്ല. ചിലപ്പോ കുട്ടികളുടെ ഫീസ് തന്നെ ഒരേ സമയത്തായിരിക്കും സെമസ്റ്റർ ഫീസ് ഒക്കെ കയറി വരുന്നത്. അപ്പോൾ ഒരാളുടെ ഫീസ് ഒക്കെ വരുമ്പോൾ 58,000 ഒക്കെ വരും, ചിലർക്ക് 45,000 ആയിരിക്കും. അപ്പോൾ 2-3 പേരുടെയൊക്കെ ഫീസ്, സെമസ്റ്റർ ഫീസ് ഒരുമിച്ച് വരുന്ന സാഹചര്യത്തിൽ, അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസും ഉണ്ട്. 5,000, 5,500 ഒക്കെ കൊടുക്കേണ്ട ഹോസ്റ്റൽ ഫീസുകളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒറ്റ മാസത്തിൽ കയറി വരുന്ന ഒരു വലിയ തുകകൾ കണ്ടെത്തേണ്ട സമയങ്ങളിൽ ബിസിനസ്സിൽ ചിലപ്പോ നമുക്ക് കിട്ടുന്നത് നിശ്ചിത ലാഭമാണല്ലോ. അപ്പൊ അത് പ്രതീക്ഷിതമായിട്ട് വരുമ്പോൾ എനിക്ക് കൂടുതൽ പൈസ കണ്ടെത്തേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ മിക്കവാറും ഹസ്ബൻഡിനെയും മകനെയും ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അത് ആ സമയത്ത് അവർക്കും അതുപോലുള്ള കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്റെ ഓർണമെന്റ്സ് ഒക്കെ പണയം വെച്ചിട്ടൊക്കെ ആവും
അതിനെയൊക്കെ മീറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. തീർച്ചയായും ഇവിടെ ഇപ്പോൾ സംരംഭക എന്നുള്ള നിലയിൽ നോക്കിയാലും സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിൽ നോക്കിയാലും മുഴുവൻ സമയവും നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഒന്ന് നമുക്ക് വേണമെന്നുള്ളത് നമ്മുടെ പാഷനാണ്. ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് പാഷനാണ്. പ്രത്യേകിച്ചും വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കാത്ത ഒരാളെന്നുള്ള നിലയിൽ ഫുള്ളി എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. 2 കുട്ടികളുണ്ട്. അപ്പൊ അവര് രണ്ടുപേരും വിവാഹിതരാണ്, വിദേശത്ത് താമസിക്കുകയാണ്. പിന്നെ ഉള്ളത് ഒറ്റപ്പെട്ട് ഇരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ സോഷ്യലി ഇറങ്ങി പ്രവർത്തിക്കുക, സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളത് കുട്ടിക്കാലം മുതലുള്ള ഒരു പ്രവണതയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിന് ഫാമിലിയുടെ സപ്പോർട്ട് വളരെയധികം കൂടുതലാണ്. ഹസ്ബൻഡും മക്കളും ഒക്കെ അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കാൻ പറ്റുന്നത്. പ്രേക്ഷകരോടാണ് പറയാനുള്ളത്, റാണി വളരെ നിസ്സാരമായിട്ട് ഇതൊക്കെ എനിക്ക് ഈസിലി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സംരംഭക എന്നുള്ള നിലയിൽ ഈ ബിസിനസ് വെറും സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകുന്ന ആളല്ല, അതിലും മികവ് തെളിയിച്ച് നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരാൾ കൂടിയാണ് നമുക്കൊപ്പം ഇരിക്കുന്നത്. മികച്ച സംരംഭകയ്ക്കുള്ള ഒരുപാട് അവാർഡുകൾ ഗവർണറിൽ നിന്ന് പോലും സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ? അതെ അതെ. എങ്ങനെയാണ് ബിസിനസിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതിന്റെ ഒരു നേട്ടം, അതിന്റെ ഒരു വഴി, അതേക്കുറിച്ച് ഒന്ന് പറയോ? അത് വിവാഹം കഴിഞ്ഞ് വരുമ്പോ ഹസ്ബൻഡ് ബിസിനസ്സുകാരനാണ്. ബിസിനസ്സിൽ അദ്ദേഹത്തിനോടൊപ്പം ഞാൻ മാറി നിൽക്കുകയല്ല ചെയ്തത്. അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ മനസ്സിലാക്കി ഒപ്പം നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. കൂടുതൽ അദ്ദേഹത്തിൽ നിന്നാണ് ബിസിനസ്സിന്റെ ബാലപാഠം പഠിക്കുന്നത്. പിന്നീട് ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യണമെന്ന ആഗ്രഹം വന്നപ്പോ മകനും ഹസ്ബൻഡും അഡ്വൈസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യുകയായിരുന്നു. അത് ഒരു 8 വർഷം മുന്നേ ഞാൻ വാട്ടർ ടാങ്കിന്റെ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്തു. സ്റ്റീൽ വാട്ടർ ടാങ്കിന്റെ. അന്ന് കേരളത്തില് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു സമയമാണ്. അപ്പോഴാണ് ഞാൻ വാട്ടർ ടാങ്കിന്റെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോ അന്ന് ഞാൻ ഒരു മാനുഫാക്ചറർ ആയിരുന്നില്ല, പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്തിട്ടാണ് ആ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിൽ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവനും, അന്ന് ചില്ല എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഇല്ല, അപ്പോഴും ഞാൻ ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുകയായിരുന്നു. കണ്ണ് ഓപ്പറേഷൻ ചെയ്യാനും അതുപോലെ കുട്ടികളുടെ പഠനത്തിനും ഭക്ഷണത്തിനും വീടില്ല എന്ന് പറയുന്നവരെ ഹെൽപ്പ് ചെയ്യുക. അന്ന് അത്രയും വൈഡായിട്ടല്ലെങ്കിൽ പോലും എന്റെ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ നോമ്പ് കാലത്തൊക്കെ 30 ദിവസവും ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുന്ന മനുഷ്യരുടെ വീട്ടിലേക്ക് ഞങ്ങൾ നോമ്പ് തുറ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ആണ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പോയ കാലങ്ങളിൽ. എനിക്കൊന്ന് സമാനമായ രീതിയിൽ തന്നെ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷണം എത്തിച്ച് നൽകിക്കൊണ്ടായിരുന്നു ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് റാണിയുടെ ഒരു ചുവടുവയ്പ് അല്ലേ? അതെ, കോവിഡിന്റെ കാലത്ത് കോവിഡിന്റെ മുഴുവൻ സമയം കോവിഡ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം അന്ന് കളക്ടറുടെ ഒരു കോവിഡിന്റെ സ്ക്വാഡിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അന്ന് ഫയർഫോഴ്സില് നമ്മൾ സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു പാസിംഗ് ഔട്ട് പരേഡ് അറ്റൻഡ് ചെയ്ത ഒരു വനിതയും കൂടിയാണ് ഞാൻ. അപ്പോൾ ആ തരത്തില് കുറെ അധികം കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, ഇറങ്ങി നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനും അതുവഴി അവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അത്തരത്തിൽ ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്ന ഒരാളുടെ കണ്ണീരൊപ്പാൻ കഴിയുന്നത്, അവർക്ക് സഹായകമാകാൻ കഴിയുന്ന ആ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു ആത്മസംതൃപ്തി നൽകുന്നതാണ്. അങ്ങനെയാണോ ഈ ചില്ല എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തിലേക്ക് എത്താം, ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കാം എന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നത്? അതെ, തീർച്ചയായിട്ടും. കാര്യം കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവാൻ പറ്റി. ജില്ലാ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചതോടുകൂടി നമുക്ക് കുറെ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ, അതിലേക്ക് കൂടുതൽ മനുഷ്യരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കും. കാര്യം ഒരു അഡ്രസ് ചെയ്യാൻ പറ്റും നമുക്ക്. ജില്ലാ ഫൗണ്ടേഷനിലെ ഒരു മെമ്പർ അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടർ എന്നുള്ള നിലയിൽ എനിക്ക് കുറെ മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലാനും അവരെ അതുവഴി എനിക്ക് അഡ്രസ് ചെയ്യാനും അതിലൂടെ എനിക്ക് ആ മനുഷ്യരുടെ സങ്കടങ്ങളിലേക്ക് ചേർന്ന് നിൽക്കാനും പറ്റി. കാര്യം അതുവരെ വന്നിരുന്നത് ഒരു റാണി നൗഷാദിനെ അന്വേഷിച്ചിട്ടായിരുന്നെങ്കിൽ അത് മാറി ഒരു വ്യക്തി എന്നതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഒരു സംഘടനയിലേക്ക് മനുഷ്യർ വരാൻ തുടങ്ങി. ജില്ലാ ഫൗണ്ടേഷൻ എനിക്ക് ഇപ്പോ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്തു എന്ന് പറയുമ്പോൾ റാണി സ്പോൺസർ ചെയ്തു എന്ന് പറയുന്നതിനെക്കാട്ടിലും എനിക്ക് സന്തോഷം ജില്ലാ ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്തു എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ ജില്ലാ ഫൗണ്ടേഷനിൽ
ഇതിന്റെ വരുമാനം അത് മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല. ആ വരുമാനത്തിന്റെ സോഴ്സ് നമ്മുടെ സ്വന്തമാണെങ്കിലും എനിക്ക് ഒരു വ്യക്തിയിൽ അങ്ങനെ പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു അഭിമാനം തോന്നുന്നത് ഒരു സംഘടനയുടെ പേര് പറയുന്നത് കൊണ്ട് തന്നെയാണ്. കുറെ അധികം മനുഷ്യര് ജില്ലാ ഫൗണ്ടേഷനിൽ എന്റെ കൂടെ ചേർന്ന് നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യലി അല്ലെങ്കിൽ പോലും ഫിസിക്കലി മെന്റലി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോ അവരെല്ലാം ചേർന്നതാണ് ജില്ലാ ഫൗണ്ടേഷൻ. ആർക്കും ഇപ്പോ ഒരു കുട്ടിയുടെ പഠനത്തിന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതിൽ വിഷമമൊന്നുമില്ല. എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഇപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എങ്കിലും അവരുടെ ഒരു സ്നേഹവും നമ്മളോടൊപ്പം സഹകരിച്ച് നിൽക്കാൻ പറ്റുന്നതും. ഇപ്പൊ രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ ഡ്രൈവ് ചെയ്യണ ഒരു വ്യക്തിയാണ് ഞാൻ. പല സ്ഥലങ്ങളിലും പല മീറ്റിങ്ങുകളിലും ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് ചിലപ്പോ രാത്രി 12-നും 1 മണിക്കും ഒക്കെ ആയിരിക്കും. അപ്പൊ എന്റെ കൂടെ വരുന്നത് എന്റെ ഈ ജില്ലാ ഫൗണ്ടേഷനിലെ അംഗങ്ങൾ തന്നെയായിരിക്കും. വനിതകളാണ് കൂടുതലും, പുരുഷന്മാരുമുണ്ട്. റാണി, ഞാൻ ഈ ചില്ലയെ കുറിച്ച് ഇതിനു മുമ്പ് അന്വേഷിച്ചപ്പോൾ പരിശോധിച്ചപ്പോഴൊക്കെ കാണാൻ കഴിഞ്ഞത് ഈ വെറുതെ അങ്ങനെ പൈസ കൊടുത്ത് എല്ലാവരെയും പൈസ കൊടുത്ത് സഹായിക്കുക എന്നതിനപ്പുറം ഈ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. അത് പല മാധ്യമങ്ങളിലൂടെ ഇതിനകം പുറത്തേക്ക് എത്തിയിട്ടുമുണ്ട്. അതൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതാണ്. വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരിപാടി ആയിക്കോട്ടെ. നമുക്കറിയാം ഇപ്പം സമൂഹത്തിൽ ഏറ്റവും വലിയൊരു വിപത്തായി വളർന്നുകൊണ്ടിരിക്കുന്നത് ലഹരിയാണ്. ലഹരിക്കെതിരെയൊക്കെ ചില്ലയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. ആ ക്യാമ്പയിനുകളെ കുറിച്ച് എന്നും എപ്പോഴും ഈ വ്യത്യസ്തമായ ക്യാമ്പയിനുകൾ എടുക്കുന്നതിന്റെ ആ ഒരു കാരണത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ ശ്രദ്ധിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്നാൽ മാത്രമേ ശ്രദ്ധിക്കപ്പെടുള്ളൂ. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾ, അവർ പറയുന്നത് 2K പിള്ളേരാണല്ലോ. അപ്പോ നമ്മള് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവർ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളും പ്രവർത്തനങ്ങളും കൊണ്ടാണ് അവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് 2023 നമ്മള് ഒരു മയക്കുമരുന്നിനെതിരെയും സെക്സ് അബ്യൂസ്മെന്റിനെതിരെയും ഒരു ക്യാമ്പയിൻ വെച്ചു. അത് ഇത്തരത്തിലായിരുന്നു. അത് ഒരു KSRTC ബസ്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് എക്സിബിഷൻസ്, അതായത് ഇതിന്റെ ദൂഷ്യവശങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബസ് കംപ്ലീറ്റ് ആയിട്ടും അലങ്കരിച്ച് അത് നമ്മള് കൊല്ലം ജില്ലയിലെ 20ഓളം സ്കൂളുകളും കോളേജുകളും അങ്ങോട്ട് ചെന്നിട്ട്, നമ്മൾ ഒരിക്കലും ആരെയും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടല്ല, കുട്ടികളിലേക്ക് ചെന്നിട്ട് ആണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത്. അന്ന് ഏകദേശം 20 ലക്ഷത്തോളം ആൾക്കാർ ആ ഒരു എക്സിബിഷൻ കണ്ടു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലും പരവൂർ ബസ് സ്റ്റാൻഡിലും അതുപോലെ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിലും കൊല്ലം ബസ് സ്റ്റാൻഡിലും ഒക്കെ ആള് കൂടുന്ന എല്ലാ ഇടങ്ങളിലും ഈ ബസ് പോയി നിൽക്കുമ്പോൾ ഒരു ആരവവും കൂട്ടവുമായിരുന്നു. ആൾക്കാർ വീഡിയോ എടുക്കാനും അതിനകത്തേക്ക് വന്ന് അത് വാച്ച് ചെയ്യാനും ഒക്കെയുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരുപാട് പിള്ളേരിലേക്കും ഒരുപാട് പാരന്റ്സിലേക്കും സാധാരണക്കാരിലേക്കും ഒക്കെ അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രോഗ്രാം. അന്ന് സമൂഹത്തിലെ രാഷ്ട്രീയ സാമുദായിക എല്ലാ തരത്തിലുമുള്ള എല്ലാ മേഖലയിലുമുള്ള നേതാക്കള് ആ ഒരു പ്രോഗ്രാമിനെ അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പ്രാദേശികമായിട്ടുള്ള നേതാക്കളും അവിടുത്തെ സാമൂഹിക പ്രവർത്തകരും എല്ലാം ആ ഒരു പ്രോഗ്രാമിനെ അഡ്രസ് ചെയ്യുകയും ആ പ്രോഗ്രാമിനെ വളരെ ഹാർദവമായി റിസീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം അവസാനിക്കുന്നത് വിളക്കുടി സ്കൂളിലാണ്. കൊട്ടാരക്കര വിളക്കുടി സ്കൂളിലാണ് അവസാനിക്കുന്നത്. ശരിക്കും ആ സ്കൂളിന്റെയൊക്കെ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു എക്സിബിഷൻ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എക്സിബിഷനോടനുബന്ധിച്ച് അന്ന് ആ എക്സിബിഷനെ അനുഗമിച്ചിരുന്നത് 150ഓളം ആൾക്കാരാണ്. മാത്രമല്ല ആ എക്സിബിഷനെ വേണ്ടിയിട്ട് ഞങ്ങൾ തെരുവ് നാടകങ്ങൾ, ആ എക്സിബിഷനോടനുബന്ധിച്ച് തെരുവ് നാടകങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നാടൻ പാട്ടുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പരിപാടിയായിരുന്നു. ഇത്ര വലിയ ഉദ്യമമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴും കയ്യടികൾ മാത്രമല്ല റാണിക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഏറെ വിഷമകരം. ഒരുപാട് പേർ കല്ലെറിയാനും റാണിക്ക് പുറകെ ഉണ്ട് എന്നുള്ളതാണ്. അത് സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ ആണെങ്കിൽ ഒരു സ്ത്രീക്ക് അനുഭവിക്കാൻ കഴിയുന്നതിന്റെ അങ്ങേ അറ്റത്തെ സൈബർ അറ്റാക്ക് ദിവസവും നേരിടേണ്ടി വരുന്ന ഒരു സ്ത്രീ കൂടിയാണ് റാണി. ഇതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഇത്തരത്തിൽ അറ്റാക്ക് ചെയ്യുന്ന ആളുകളോടൊക്കെ എന്താണ് പറയാനുള്ളത്? മറ്റൊന്നുമില്ല. കാര്യം സമൂഹത്തിൽ നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ
ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും എന്നുള്ളത് എനിക്ക് പുതിയ അനുഭവമല്ല. കാര്യം എന്നെ അന്വേഷിച്ച് രാത്രി 10 മണിക്കും 12 മണിക്കും ഒക്കെ കോളുകൾ, പെൺകുട്ടികളുടെ കോളുകൾ വന്നിട്ടുണ്ട്. കാരണം ഹസ്ബൻഡ് മദ്യപിച്ചിട്ട് വന്നിട്ട് അടിക്കുന്നു, എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലത്തുനിന്ന് തന്നെ എനിക്ക് കോളുകൾ വന്നിട്ടുണ്ട്. ഞാൻ അവർക്കൊപ്പം പോലീസ് സ്റ്റേഷനിലൊക്കെ രാത്രി 11 മണിക്കും 10 മണിക്കും ഒക്കെ അവരുമായിട്ട് യാത്ര ചെയ്തിട്ടുമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവർക്ക് വേണ്ടുന്ന നീതിയും നിയമ സുരക്ഷയും ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആരെയാണോ സഹായിച്ചത് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തില് ഞാൻ വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. അവരിൽ നിന്നൊക്കെ ഒരുപാട് കുറച്ച് സമ്പന്നരായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിലൊക്കെ എന്നെ പല രീതിയിലും ഞാൻ എഴുതുന്ന ആളാണ്. ഫേസ്ബുക്കിലൊക്കെ വളരെയധികം ലൈവായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടുന്ന പോസ്റ്റുകളുടെ ചുവട്ടിലൊക്കെ കൊല്ലത്തെ അറിയപ്പെടുന്ന മോശപ്പെട്ട സ്ത്രീയാണെന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റ്സ് ഒക്കെ പല ഐഡികളിൽ നിന്നായിട്ട് വെച്ചിട്ട് അതിനെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് അല്ലേ? എനിക്ക് തോന്നുന്നു റാണിയുടെ ഫോൺ വരെ ഇപ്പൊ സൈബർ പോലീസിന്റെ കയ്യിലാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ നിയമപരമായി അവരെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും. കാര്യം നമുക്ക് നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ലല്ലോ. നമ്മള് നിൽക്കുന്ന ഇതില് നീതിയും ന്യായവും കിട്ടണം ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മളെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജുഡീഷ്യറി അതിന് ഏറ്റവും മേലെയാണ്. നമുക്ക് എല്ലാത്തിനും മേലെയാണ് ജുഡീഷ്യറി. അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതിന് യാതൊരു കുഴപ്പമില്ല. കാര്യം എനിക്ക് സാമൂഹ്യ പ്രവർത്തനമൊന്നും പാതി വഴിയിൽ നിർത്താൻ പറ്റില്ല. അതെന്റെ ശ്വാസം പോലെയാണ്. അപ്പോ ഞാൻ സമൂഹത്തിൽ മോശം ചെയ്യുന്നവർ അനുഭവിക്കേണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ കല്ലേറ് ഒരുപക്ഷെ നല്ലത് ചെയ്യുന്ന ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരാറുണ്ട്. അത് നമ്മൾ എല്ലാ വിഷയങ്ങളിലും എല്ലാ മേഖലയിലും പൊതുവെ കാണാറുള്ളതാണ്. എന്തായാലും പക്ഷെ ഇതൊന്നും റാണിയെ തളർത്തില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ആക്രമിക്കുന്നവരോട് ഞങ്ങൾക്കും പറയാനുള്ളത്. എന്തായാലും പുതിയ സംരംഭമല്ല, ജില്ലയുടെ ഭാഗമായിട്ടും അതോടൊപ്പം ഇനിയുള്ള അങ്ങോട്ട് ഉള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുമൊക്കെയുള്ള പുതിയ ലക്ഷ്യങ്ങൾ അതൊന്ന് ചെറിയ വാക്കുകളിൽ പറയാമോ? തീർച്ചയായിട്ടും ബിസിനസ് വളരെയധികം നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ കൂടുതൽ മികച്ച രീതിയിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം കൂടുതലും അതിന്റെ ഭാഗമായിട്ട് തന്നെ എക്സ്പോർട്ടിങ്ങിലും ഒക്കെ ഞങ്ങള് ശ്രദ്ധ വെക്കുന്നുണ്ട്. മാത്രമല്ല വിദേശത്തും നമുക്ക് ബിസിനസ് ഒക്കെ ഉള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ടാണോ ഈ 30ഓളം സ്ത്രീകൾക്ക് ജോലി നൽകുന്ന ഒരു പുതിയ പദ്ധതി വരുന്നത്? അതെ. സ്ത്രീകൾക്ക് പുതിയ രീതിയിലുള്ള ജോലി, നമുക്ക് 30ഓളം സ്ത്രീകൾക്ക് ജോലി നൽകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളിപ്പം അതിന്റെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കി പ്രവർത്തനങ്ങളും എല്ലാം കംപ്ലീറ്റ് ആണ്. അടുത്ത മാസത്തോടു കൂടി അതിന്റെ ഇനോഗ്രേഷനും ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ റാണി, ഒരുപാട് സന്തോഷം കണ്ടതില്, പരിചയപ്പെട്ടതില്. എന്തായാലും വരാൻ പോകുന്ന എല്ലാ പദ്ധതികളും ഇതുപോലെ തന്നെ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ റാണി നൌഷാദിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പരിമിതികളെ അവഗണിച്ച് സ്വന്തം കഴിവുകൾ കൊണ്ട് താരമാവുന്ന പത്തനംതിട്ട ഏനാത്ത് സ്വദേശിനിയായ നന്ദനയെ കുറിച്ചാണ്. വിനേഷ് റീജ ദമ്പതികളുടെ മകളാണ് നന്ദന. പാട്ടിലും മിമിക്രിയിലും ഒക്കെ മിടുക്കിയാണ് നന്ദന. നമുക്ക് നന്ദനയെ പരിചയപ്പെടാം. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കരയ്ക്കുള്ളില് ചോരക്കൺമുയൽ. പാട്ടുകളിലൂടെയും മിമിക്രിയിലൂടെയും സോഷ്യൽ മീഡിയയിൽ താരമാണ് നന്ദൂട്ടി എന്ന നന്ദന. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലടക്കം നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം നന്ദന സ്വന്തമാക്കിയിട്ടുണ്ട്. VHSC അഗ്രികൾച്ചറൽ വിദ്യാർത്ഥിയായ നന്ദനയ്ക്ക് ഭാവിയിൽ മ്യൂസിക് ടീച്ചർ ആകാനാണ് ആഗ്രഹം. മകളുടെ ഏതാഗ്രഹത്തിനും ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും അച്ഛനും അമ്മയും ഒപ്പമുണ്ട്. 4 വയസ്സ് 5 വയസ്സ് മുതൽ അവള് ഈ പറഞ്ഞ പോലെ മൂളിപ്പാട്ടൊക്കെ പാടാൻ തുടങ്ങി. അന്നേരം മുതൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ മോളുടെ ഒരു പിന്നെ ഒരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മയുടെ കീഴില് അവള് കുറച്ച് നാള് പാട്ട് അഭ്യസിക്കാൻ പോയി. അങ്ങനെ ഇപ്പം എത്തി നിൽക്കുന്ന പറഞ്ഞ പുത്തൂര് ഇറ്റെന്നും പറഞ്ഞൊരു സ്കൂളിലാണ് മോളിലിപ്പോ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാട്ടും മിമിക്രിയും ഒക്കെ നന്ദന സ്വയം പഠിച്ചെടുത്തതാണ്. നന്ദനയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ പ്രത്യേക പരിശീലനവും നൽകുന്നുണ്ട്. ശാരീരിക പരിമിതിയിൽ ഒതുങ്ങി നിൽക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾ മുറുകെ പിടിച്ച് ജീവിത വിജയം നേടാനാണ് നന്ദനയ്ക്കിഷ്ടം. News 18 പത്തനംതിട്ട. ഈ ന്യൂസ് 3 അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി അറിയാം.
ഇക്കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞ ഒരു സംഭവമാണ് ഗായിക കൽപ്പന രാഘവേന്ദർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നത്. എന്നാൽ താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതല്ല, അമിതമായി ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങിപ്പോയതാണെന്നും വിശദീകരിച്ച് ഗായിക തന്നെ രംഗത്തെത്തുകയും ചെയ്തു. പിന്നീട് കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന പലരും ഇപ്പോൾ ഉറങ്ങാൻ ആശ്രയിക്കുന്ന ഒന്നാണ് ഈ ഉറക്ക ഗുളിക അഥവാ സ്ലീപ്പിംഗ് പിൽസ്. ഇവ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ കഴിക്കുന്നത് വളരെ അപകടകരമാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവരും ഇത് അനാവശ്യമായി കഴിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. സ്വന്തം ആവശ്യത്തിനനുസരിച്ച് സ്വയം ഡോസേജ് കൂട്ടുന്നതുമൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഒരു അവബോധം ആവശ്യമാണ്. എങ്ങനെ ആയിരിക്കണം ഉറക്ക ഗുളികയുടെ ഉപയോഗം? ഇതേക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുന്നത് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽസി ഉമ്മനാണ്. സ്വാഗതം ഡോക്ടർ ന്യൂസ് 3യിലേക്ക്. ഡോക്ടർ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗായികയുടെ കാര്യം, അമിതമായി ഉറക്ക ഗുളിക കഴിച്ചതുകൊണ്ട് ഉറങ്ങിപ്പോയതാണ്, താൻ ആത്മഹത്യക്ക് ശ്രമിച്ചതല്ല എന്ന് ഗായിക തന്നെ പറയുകയുണ്ടായി. ഇത് സത്യം പറഞ്ഞാൽ ഒരുപാട് മനുഷ്യർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഇടയായി സ്ട്രെസ്സൊക്കെ കൂടിയ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ആശ്രയിക്കുകയാണ്, അനാവശ്യമായി തന്നെ ആശ്രയിക്കുകയാണ്. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും കൂടാതെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ പോകുന്നു, ഇത്തരത്തിൽ ഉറക്ക ഗുളിക വാങ്ങുന്നു, കഴിക്കുന്നു. ഇത് വളരെ ആരോഗ്യകരമായി, അതും ശരീരത്തെ മാത്രമല്ല മനസ്സിനെ കൂടി വല്ലാതെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും ഇന്ന് വേൾഡ് സ്ലീപ്പ് ഡേ കൂടിയാണ്. അപകടമാണെങ്കിലും കറക്റ്റ് ദിവസം തന്നെയാണ് ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് കൂടി എടുത്തിരിക്കുന്നത്. അനാവശ്യമായിട്ട് ഉറക്കഗുളിക കഴിക്കുക എന്നുള്ളത് സാധാരണ ഒരു മലയാളിയുടെ ഒരു സ്ഥിരം ശീലമായിട്ട് തന്നെ വന്നിരിക്കുന്നുള്ളത് ഒരു വാസ്തവമാണ്. പലപ്പോഴും ചെറിയ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ വരുന്ന പ്രശ്നം കൊണ്ടായിരിക്കാം ഉറക്കക്കുറവ് തുടങ്ങുന്നത്. നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നവര്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഡ്യൂട്ടീസ് മാറി മാറി വരുന്നവര്, അല്ലെങ്കിൽ പകൽ സമയത്ത് ചിലപ്പോൾ അധിക സമയം ഒഴിവ് സമയം ഉണ്ടെങ്കിൽ അധിക നേരം കിടന്നുറങ്ങി അതുകൊണ്ട് രാത്രി ഉറക്കം വരാതെ ശീലിച്ചവര്, ലഹരി ഉപയോഗിക്കുന്നവര്, അല്ലെങ്കിൽ സമ്മർദ്ദം താങ്കൾ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൂഡ് വ്യതിയാനങ്ങൾ ഉള്ളവര്, മറ്റെന്തെങ്കിലും ഗുരുതര മനോരോഗ പ്രശ്നങ്ങൾ ഉള്ളവര്, ഉത്കണ്ഠയുള്ളവര്, ഇങ്ങനെയുള്ളവർക്കൊക്കെയും തന്നെ ഉറക്കക്കുറവ് ഒരു പതിവാണ്. അത് തന്നെയല്ല ഇതിൽ ഏറ്റവും അധികം ഓൾമോസ്റ്റ് എല്ലാവരെയും തന്നെ ബാധിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് തന്നെയാണ്, സമ്മർദ്ദം തന്നെയാണ്. സ്കൂൾ കുട്ടികൾക്ക് മുതൽ ഈ ഉറക്കക്കുറവ് കണ്ടുവരാറുമുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഉറക്കക്കുറവ് വരുമ്പോൾ എല്ലാവരും ആശ്രയിക്കുന്നത് ഉറക്ക ഗുളികയാണ്. അതൊരു തെറ്റായ നടപടി തന്നെയാണ്. കാരണം ഉറക്കം കുറവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഉറക്കക്കുറവുണ്ടെന്ന് ആദ്യമേ നമ്മൾ നിർണ്ണയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് മാത്രം ഒരു പക്ഷേ ഉറക്കക്കുറവിനെ പരിഹരിക്കാം. ഉദാഹരണത്തിന് വൈകുന്നേരം 8 മണിക്കും 9 മണിക്കും ഒക്കെ ചായയും കാപ്പിയും ഒക്കെ കുടിച്ച് ശീലമുള്ളവർക്ക് രാത്രിയിൽ ഉറക്കം കിട്ടാനായിട്ട് വളരെ പ്രയാസം വരും. അതൊക്കെ സമയം ഗാഡ്ജറ്റിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു സർവ്വസാധാരണമാണ്. അങ്ങനെയുള്ളവർക്കൊക്കെയും ഉറക്കക്കുറവ് വരാനായിട്ട് ധാരാളം സമയം പിന്നീട് എടുക്കേണ്ടി വരും. കാരണം എന്തെന്ന് വെച്ചാൽ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു രാസപദാർത്ഥം നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കും. ഈ മെലറ്റോണിൻ ഇരുട്ടുണ്ടെങ്കിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു സാധാരണ രീതിയിലൊരു സ്ലീപ്പിലേക്ക് ഒരു വ്യക്തി വഴുതി വീഴുകയുള്ളൂ. ഇരുട്ടില്ലാതെ പ്രകാശഭരിതമാണ് നമ്മുടെ ചുറ്റുവട്ടമെങ്കിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കിടക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് വരെ വെട്ടത്തിന്റെ നടുവിലിരുന്ന് ഗാഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെലറ്റോണിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് വൈകും. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരു ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ടും അങ്ങനെ തുടങ്ങി ഗുരുതര പ്രശ്നങ്ങൾ വരെ ഉള്ളവര് ഉറക്കക്കുറവ് എന്തുകൊണ്ട് ആദ്യം വരുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ജീവിതശൈലി പ്രശ്നങ്ങളാണെന്നെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അല്ല മറ്റെന്തെങ്കിലും ഉത്കണ്ഠയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൂഡ് വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിച്ച് അത് ചികിത്സിക്കുകയാണ് വേണ്ടത്. കാരണം മൂഡ് പരിഹരിക്കാത്തോളത്തോളം കാലം, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് പരിഹരിക്കാത്തടത്തോളം കാലം, ഉത്കണ്ഠ പരിഹരിക്കാത്തടത്തോളം കാലം ഈ ഉറക്കക്കുറവ് നീണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ സാധാരണ ഞാൻ കണ്ടുവരുന്നത്, ഇപ്പോ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ടാബ്ലറ്റ്സ് എഴുതി മൂഡ് ശരിയാവാനുള്ള ടാബ്ലറ്റ്സ് ഒപ്പം കൊടുക്കും, ഉറങ്ങാനുള്ളതും ഒരു പക്ഷെ കൊടുത്തെന്നിരിക്കും. പക്ഷേ ആൾക്കാരുടെ വ്യഗ്രത പലപ്പോഴും ഈ ഉറങ്ങാനുള്ളത് മാത്രം നിലനിർത്തിക്കൊണ്ട് പ്രധാന മരുന്ന് ഒഴിവാക്കി കളയും. എന്നിട്ട് ഫോളോ അപ്പിന് പോലും വരുത്തില്ല. ഇത് കാരണം തുടർമാനമായിട്ട് ഈ ഉറക്ക ഗുളിക പലപ്പോഴും പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് വർഷങ്ങൾ കഴിച്ചിട്ട് അവസാനം ഉറക്കം താൽക്കാലികമായിട്ടൊരു പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടതല്ലാതെ പിന്നീട് ഇത് ഫലിക്കാതെ വരുന്നു. ഈ ഡോസ് കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ വരുന്നു. അത് തന്നെയല്ല, അതിന്റെ അന്തർലീനമായ കാരണങ്ങൾ വളരെയധികം മോശമായി വേഴ്സൺ ചെയ്ത ഒരു പിക്ചറിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ഈ ഉറക്ക ഗുളിക ആർക്ക് എപ്പോൾ ഏത് ഘട്ടത്തിൽ കഴിക്കാം? അതായത് ഈ ഉറക്കക്കുറവ് എന്ന് പറയുമ്പോൾ ചിലര് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഉറക്കക്കുറവ് അനുഭവപ്പെട്ടാൽ തന്നെ നമ്മൾ ഡോക്ടറെ നേരിട്ട് പോയി കാണേണ്ട ആവശ്യമുണ്ടോ?
തീർച്ചയായിട്ടും കാണേണ്ട ആവശ്യമുണ്ട്. കാരണം ഉറക്ക ഗുളിക എന്ന് പറയുന്നത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ മാത്രം എഴുതി അവരുടെ പ്രിസ്ക്രിപ്ഷൻ വെച്ച് സീല് വെച്ചുള്ള പ്രിസ്ക്രിപ്ഷൻ വെച്ച് കൊടുക്കേണ്ട ഒരു ഗുളികയാണ്. അത് ഓവർ ദ കൗണ്ടർ കൊടുത്തുകൂടാ. ഒരു ഡോക്ടറെ കാണാതെ യാതൊരു കാരണവശാലും അത് വാങ്ങിക്കുന്നത് നിയമപരമായിട്ട് അത് തെറ്റാണ്. ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പുകാർ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈസൻസും റദ്ദാക്കപ്പെടേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിയമങ്ങൾ ഉള്ളപ്പോഴാണ് ഇതിനൊന്നും ഒരു മേൽനോട്ടവും ഇല്ലാതെ അവനവന്റെ സ്വന്തം ഇഷ്ടത്തിന് ഉറക്കക്കുറവ് കാണുമ്പോൾ ഉടനെ പോയി പർച്ചേസ് ചെയ്യുന്നത്. അത് തന്നെയല്ല, നമ്മുടെ യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ ഉറക്ക ഗുളികയും അബ്യൂസ് ചെയ്യുന്ന ഒരു ചരിത്രവുമുണ്ട്. പലപ്പോഴും എന്നെ പോലുള്ള ഒരു സൈക്കാട്രിസ്റ്റിന്റെ കള്ള ഒപ്പുമിട്ട് വ്യാജ സീലും പണിയിപ്പിച്ച് അവർ കൊണ്ടുപോയി വാങ്ങിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും തന്നെ തെറ്റായിട്ടുള്ള നടപടിയാണ്. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഉറക്കക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇപ്പോൾ ചെറിയ കാരണം കൊണ്ട് ഇപ്പോൾ ജെറ്റ് ലാഗ്, ഫ്ലൈറ്റ് കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോകും, അവിടെ ടൈം സോണിൽ ഡിഫറൻസ് വരും. അപ്പോൾ ഇവിടെ നമ്മുടെ തലച്ചോറ് ഒരു തരത്തിൽ ശീലിച്ചിട്ട് മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ സ്ലീപ്പ് പാറ്റേണും അവിടുത്തെ ടൈം സോണും മാറുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതിനോട് പൊരുത്തപ്പെടാനായിട്ട് നമ്മുടെ തലച്ചോറ് കുറച്ചൊരു വൈകിയായിരിക്കും ഒരു പക്ഷേ അതിനോട് പൊരുത്തപ്പെടുന്നത്. ആ ഘട്ടങ്ങളിലൊക്കെയും ചിലപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രം ഒരു ഉറക്ക ഗുളികയുടെ ആവശ്യം മാത്രമേ വരികയുള്ളായിരിക്കാം. എന്നിരുന്നാൽ പോലും അങ്ങനെ ലഘുവായ കാരണമാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് വേണ്ടുന്ന പരിശോധന നടത്തി ഇത് മാത്രമാണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് തീർച്ചപ്പെടുത്തിയിട്ടതിന് ശേഷം മാത്രമേ ഗുളിക കഴിച്ചു തുടങ്ങാവുള്ളൂ. അതിന് 3 ദിവസത്തേക്കാണെങ്കിലും ശരി, 3 മാസത്തേക്കാണെങ്കിലും അല്ലെങ്കിൽ അതിന് മേലെയാണെങ്കിലും. സാധാരണഗതിയിൽ ഒരു പരിധിക്കപ്പുറം മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം ഒന്നും ഉറക്ക ഗുളിക കൊടുക്കുന്നത് ശരിയല്ല. അങ്ങനെ സാധാരണ ആരും കൊടുക്കാറില്ല. അൺലെസ് അതിന് എന്തെങ്കിലും അത്തരം തരത്തിലുള്ള എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പരിധി വിട്ട് ആഴ്ചകൾ മാസങ്ങൾ നീണ്ടു കൊടുക്കാറുള്ളൂ. ബാക്കി എല്ലാവർക്കും തന്നെ അവർ ഫോളോ അപ്പ് റെഗുലറായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സൈക്യാട്രിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ് തുടങ്ങിയവർ തന്നെ അത് ടേപ്പർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഒരു രീതിയും കൂടി ഉണ്ട്. കാരണം പലപ്പോഴും എന്താ പറ്റുന്നത് വെച്ചാൽ അബ്രപ്റ്റായിട്ട് ഇവരങ്ങ് നിർത്തിക്കളയും. അബ്രപ്റ്റായിട്ട് നിർത്തിക്കളയുമ്പോൾ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകാം. മദ്യം അബ്രപ്റ്റായിട്ട് നിർത്തുമ്പോൾ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ ഉറക്ക ഗുളിക ദീർഘനാൾ കഴിച്ചിട്ട് അബ്രപ്റ്റായിട്ട് നിർത്തുമ്പോൾ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാകാം. അത് ഉറക്കക്കുറവ് മാത്രമായിട്ടല്ല, അത് ചിലപ്പോൾ പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ദേഷ്യം വരാം, അമിതമായിട്ടുള്ള സങ്കടം വരാം, മൂഡ് സ്വിങ്സ് വരാം, ഇറിറ്റേഷൻ വരാം. ഇങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി കൈവറയൽ വരാം. ഇങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി അപസ്മാരം പോലെയുള്ള ഗുരുതര പ്രശ്നങ്ങളിൽ എത്തപ്പെടാം. അപസ്മാരം മാത്രമല്ല, ഡെലീറിയം എന്നൊരു കണ്ടീഷൻ, അതായത് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, നമ്മൾ പിച്ചും പേയും പറയാന്നൊക്കെ പറയത്തില്ലേ, ആ തലത്തിൽ പോകുക, ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാതെ വരിക, സമയത്തിനോടോ കാലത്തിനോടോ മനുഷ്യരോടോ ഓറിയന്റേഷൻ നഷ്ടപ്പെടുക, ഇത്തരത്തിലൊക്കെയും പിൻവാങ്ങൽ ലക്ഷണങ്ങളും കാണാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഇത് അബ്രപ്റ്റ് ആയിട്ട് നിർത്തുകയാണെങ്കിൽ. തീർച്ചയായും വളരെ ഗുരുതരമായിട്ടുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളാകാം നമ്മളിങ്ങനെ ഒരു ഡോക്ടറിന്റെ നിയമാനുസൃതമല്ലാതെ ഉപദേശത്തിലല്ലാതെ ഇത്തരത്തിൽ ഉറക്ക ഗുളികകൾ വാങ്ങി കഴിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ ഡോസേജ് കൂട്ടിയാലൊക്കെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ എൽസി ഉമ്മൻ നമ്മളോട് പങ്കുവച്ചത്. വളരെ നന്ദി ഡോക്ടർ ന്യൂസ് 3യിൽ ഒപ്പം ചേർന്നതിന്. അപ്പം ന്യൂസ് 3യുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.